ഓക്കെ, നമുക്കിപ്പോൾ കൺഫോർമൽ മാപ്പിംഗ് ആ ഏരിയയാണ് നമ്മൾ നോക്കിയിട്ടിരിക്കുന്നത്. ആ കൺഫോർമൽ മാപ്പിങ്ങിൽ നമുക്ക് കുറച്ച് ജനറൽ ട്രാൻസ്ഫർമേഷൻ കുറച്ച് നോക്കി. അതിനുശേഷം നമുക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് ട്രാൻസ്ഫർമേഷനിൽ W=1/Z അതിൻ്റെ പോർഷൻ നമുക്ക് ഇന്ന് സൺഡേ ക്ലാസ്സിൽ W=1/Z എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ മൊത്തം പ്രോബ്ലം നമുക്ക് ചെയ്ത് തീർക്കായിരുന്നു. പിന്നെ ജസ്റ്റ് W=Z² അടുത്ത് വരുന്ന സ്റ്റാൻഡേർഡ് ട്രാൻസ്ഫർമേഷൻ W=Z² അവിടെ നമുക്ക് എക്സിൻ്റെയും അഥവാ വൈൻ്റെയും പിന്നെ യുവിൻ്റെയും വിൻ്റെ റിലേഷൻ നമുക്ക് ഇന്നത്തെ ക്ലാസ് നോക്കിയായിരുന്നു. ഓക്കെ, പിന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമ്മൾ ചെയ്തു. X=3യുടെ ഇമേജ് അണ്ടർ W=Z² എന്തായിരുന്നു അത് നോക്കിയായിരുന്നു. നമ്മളിപ്പോൾ അതിന് ഒന്നുകൂടെ ഞങ്ങൾ റിവൈസ് ചെയ്യാം. എന്തിനാ W=Z² ട്രാൻസ്ഫർമേഷനിലുള്ള കാര്യങ്ങൾ റിവൈസ് ചെയ്യാം. ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. കുറച്ച് എക്സാമ്പിൾ കൂടെ നോക്കിയിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് നോക്കാം. ഓക്കെ, സോ ദ ട്രാൻസ്ഫർമേഷൻ W=Z². ഓക്കെ, ഇത് സെക്കൻഡ് ട്രാൻസ്ഫർമേഷൻ ആണ്. ഇത് രണ്ടാമത്തെ സ്റ്റാൻഡേർഡ് ട്രാൻസ്ഫർമേഷൻ ആണ് W=Z². ഓക്കെ, നമുക്ക് ഇവിടെ അറിയാം Z എന്ന് പറഞ്ഞാൽ X+IY ആണ്. നമ്മൾ എപ്പോൾ എടുക്കുന്നത് Z=X+IY യും W എന്ന് പറയുന്നത് U+IY ആണ്. ഇപ്പം XY പ്ലെയിനിൽ ഇരിക്കുന്ന ഒരു ട്രയാങ്കിളോ അല്ലെങ്കിൽ ഒരു കർവോ അല്ലെങ്കിൽ ഒരു റെക്ടാങ്കിളോ എന്ത് വേണമെങ്കിൽ ഇരിക്കട്ടെ, ഇത് UV പ്ലെയിനിൽ പോകുമ്പോൾ W=Z² എന്ന ട്രാൻസ്ഫർമേഷനിൽ UV പ്ലെയിനിൽ പോകുമ്പോൾ W പ്ലെയിനിൽ പോകുമ്പോൾ എന്തായിട്ട് ചേഞ്ച് ആവും, ഇതാണ് നമ്മൾ നോക്കിയിട്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം. സോ ഇവിടെ നമുക്ക് ലെറ്റ് Z=X+IY നമ്മൾ എപ്പോൾ എടുക്കുന്നതാണ് W=U+IV. ഇപ്പോൾ W=Z² ഇംപ്ലൈസ് നമ്മൾ തന്നിരിക്കുന്നത് W=Z² ആണ്. W വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട്, therefore U+IV X+IY the whole square. Okay, X+IY the whole square A+B the whole square ന്റെ ഫോം ആണ്. A+B the whole square ആകുമ്പോൾ A² + B² + 2AB ആണ്. ഇവിടെ A ന്റെ പ്ലേസിലിരിക്കുന്ന X ഉം B ന്റെ പ്ലേസിലിരിക്കുന്നത് IY ഉം ആണ്. സോ A² ആകുമ്പോൾ തന്നെ കിട്ടുന്നത് X², പിന്നെ B+B² ആകുമ്പോൾ I²Y² ആണ്. I²ന്റെ വാല്യൂ നമുക്കറിയാം -1 ആണ്. അപ്പോൾ -Y² എന്ന് കിട്ടും. I²Y² ആയതുകൊണ്ട് സോ -Y² + 2AB ആണ്. അപ്പോൾ 2XIY എന്നാവും. സോ അങ്ങനെ എന്തെടുക്കാം, +I × 2XY എന്നെടുക്കാം. Therefore our U+IV = X² - Y² + I × 2XY. ഇപ്പോൾ നമ്മൾ ഇക്വേറ്റിംഗ് റിയൽ ആൻഡ് ഇമേജിനറി പാർട്ട് ഓൺ ബോത്ത് സൈഡ്സ്. സോ ഇക്വേറ്റ് റിയൽ ആൻഡ് ഇമേജിനറി പാർട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇവിടുത്തെ റിയൽ പാർട്ട് U ആണ്. സോ ഇവിടുത്തെ റിയൽ പാർട്ട് I ഇല്ലാത്ത ടേം X² - Y². ഇമേജിനറി പാർട്ട് I ന്റെ കൂടെ ഉള്ള ടേം V ആണ്. ഇവിടെ I ന്റെ കൂടെ ഉള്ള ടേം 2XY ആണ്. സോ ഇക്വേറ്റിംഗ് റിയൽ ആൻഡ് ഇമേജിനറി പാർട്സ് ഓൺ ബോത്ത് സൈഡ്സ്. സോ എന്നിട്ട് നമുക്ക് U = X² - Y², V = 2XY. So the last conclusion എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ, therefore under the transformation W=Z², we have എന്താണ് കിട്ടിയത് നമുക്ക് U = X² - Y², V = 2XY. ഇത്രയും നീ ഒരു ബോക്സിലിടും. അപ്പോൾ ഈ തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ ഈ ട്രാൻസ്ഫർമേഷനിൽ നമുക്കുള്ള ചേഞ്ച് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ട്രാൻസ്ഫർമേഷനുള്ള ചേഞ്ച് എന്താണ്, U ചേഞ്ച് ആകുന്നത് X² - Y² ആണ്. അതുപോലെ V എന്ന് പറയുന്നത് 2XY ആണ്. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന ഈ ലാസ്റ്റ് ഇത് ഇത്രയും ഒരു ബോക്സിലിട്ടിട്ട് നമ്മൾക്ക് W=1/Z നമുക്ക് എന്തായിരുന്നു, നമ്മുടെ X എന്ന് പറയുന്നത് U ഡിവൈഡ് ബൈ U² + B² ഉം Y എന്ന് പറയുന്നത് -B ഡിവൈഡ് ബൈ U² + B² ആയിരുന്നു ഫസ്റ്റ് ട്രാൻസ്ഫർമേഷൻ W=1/Z. അതുപോലെ സെക്കൻഡ് ട്രാൻസ്ഫർമേഷൻ W=Z² നമുക്ക് കിട്ടുന്ന ചേഞ്ച് U ചേഞ്ച് ആകുന്നത് X² - Y², V 2XY. ഇത് വളരെ പ്രധാനമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ബോക്സിനകത്ത് നോട്ട് എടുക്കുമ്പോൾ ബോക്സിനകത്ത് ഇടും. ഓക്കെ, നമുക്ക് ഇപ്പോൾ പ്രോബ്ലം ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇത്രയും നോട്ട് എടുത്ത ശേഷം പ്രോബ്ലം പോവാം. ഓക്കെ, ഇതൊക്കെ ക്ലാസ്സിൽ നോക്കിയതാണ്. നമ്മളിപ്പോൾ അഡീഷണൽ എടുക്കുന്ന പ്രോബ്ലം ഫൈൻഡ് the image of
y ഈക്വൽ ടു ഏതെങ്കിലും എടുക്കുക, വേണമെങ്കിൽ ഞാൻ എടുക്കുന്നത് 1/2 അണ്ടർ w ഈക്വൽ ടു z². ഓക്കെ, y ഈക്വൽ ടു 1/2 എന്ന് പറഞ്ഞ ലൈൻ. സോ നമുക്ക് എങ്ങനെ y ഈക്വൽ ടു 1/2 ലൈൻ വരയ്ക്കുന്നത് എങ്ങനെയാണ്? x ആക്സിസ് y ആക്സിസ്, ഇവിടെ x ആക്സിസും y ആക്സിസും y ഈക്വൽ ടു 1/2 ആകുമ്പോൾ yയിൽ ഒരു 0.5 എടുക്കണം. 0.5 1/2 0.5 ആണ്. സോ ആ ലൈനിൽ ഇങ്ങനെ ലൈൻ ട്രേസ് ചെയ്യുക. സോ എന്താവും? സോ ഇതാണ് നമുക്ക് y ഈക്വൽ ടു 0.5 എന്ന് പറഞ്ഞ ആ സ്ട്രൈറ്റ് ലൈൻ. ഓക്കെ, പിന്നെ നമ്മൾ തന്നിരിക്കുന്ന ഇക്വേഷനിൽ ഒരു നോട്ടായിട്ട് നമ്മൾ നോക്കേണ്ടത്, നോട്ട്സ് പ്രോബ്ലം ചെയ്യും മുമ്പ് ഈ ഒരു പ്രോബ്ലം ഇട്ട് സോ ഇവിടെ തന്നിരിക്കുന്ന ഈ ലൈൻ w ഈക്വൽ ടു z² ട്രാൻസ്ഫോർമേഷനിൽ ഇത് z പ്ലെയിൻ ആണ്. z പ്ലെയിൻ w പ്ലെയിനിൽ പോകുമ്പോൾ എന്തായിട്ട് ചേഞ്ച് ആവും അതാണ് നോക്കാൻ പോകുന്നത്. സോ അതിലൊരു നോട്ട് എടുക്കേണ്ടത്, ഈ നോട്ട് ഒരു ബോക്സിൽ തന്നെ ഇട്ട് വയ്ക്കുക. നോട്ട് നമുക്ക് ഇതിന് മുമ്പ് നമുക്ക് സർക്കിളിൻ്റെ ഇക്വേഷൻ അറിയാം. സർക്കിളിൻ്റെ ഇക്വേഷൻ നമ്മൾ പിള്ളേർക്കെല്ലാം വളരെ ക്ലിയർ അറിയാം. x² + y² + ax + by + c = 0 ആണ് സർക്കിളിൻ്റെ ഇക്വേഷൻ. അതിൽ x² + y² കമ്പൽസറി ആയിട്ട് വന്നിരിക്കണം. x² + y², 2x² + 3y² വരാൻ പാടില്ല. x² + y² കമ്പൽസറി വന്നിരിക്കണം. പിന്നെ axും bxും cയും ഒക്കെ എല്ലാം ഓപ്ഷനാണ്. അതുപോലെ ഇക്വേഷൻ്റെ പേര് പോലെ ഐഡന്റിഫൈ ചെയ്യുന്ന എങ്ങനെയെന്ന് പറയുമ്പോൾ സോ അതിങ്ങനെയാണ്. സോ അപ്പോൾ ഇക്വേഷൻ ഓഫ് ദ പാരബോളാസ്, ഇക്വേഷൻ ഓഫ് ദ പാരബോളാസ്. സോ അതെങ്ങനെ ഇരിക്കും എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഫോം x² + ax + by + c = 0. സെക്കൻഡ് ഫോം y² + ax + by + c = 0. ഈ ഫോമിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ വരികയാണെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യാം. ഇത് ഇക്വേഷൻ ഓഫ് ദ പാരബോളയാണ്. ഇവിടെ x² കമ്പൽസറി ആണ്. പിന്നെ ഇവിടെ എയും ബിയും സിയും നമ്മുടെ സർക്കിളിൻ്റെ ഇക്വേഷൻ പറഞ്ഞ പോലെ ഓപ്ഷനാണ്. അതിൽ y² കമ്പൽസറി ആണ്. പിന്നെ ഇവിടെ എയും ബിയും സിയും ഓപ്ഷനാണ്. സോ ഇങ്ങനെ ഒരു ഫോം വന്നാൽ നീ അപ്പോൾ അവിടെ നിർത്താം. എന്താണ് ഇതൊരു പാരബോളാണ്. സർക്കിളിന് x² + y² കമ്പൽസറി പോലെ ഇവിടെ x² വന്ന് ax + by + c, അല്ലെങ്കിൽ r എന്താണ് y² + ax + by + c = 0. ഈ ഫോമിൽ ഏതെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് എന്തെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. ഇതൊരു പാരബോളമാണ്. ആക്ച്വലി നമ്മുടെ ടെക്സ്റ്റിനകത്ത് ഓരോ പാരബോളാവ് ട്രേസ് ചെയ്യാൻ വേണ്ടി വെർട്ടെക്സും ഫോക്കസും കാര്യങ്ങളൊക്കെ എല്ലാം അവിടെ ഇട്ടിട്ടുണ്ട്. ഫിഗറൊക്കെ ഞാൻ ഇട്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് ഫിഗർ ഞാൻ അന്ന് നമ്മുടെ ക്ലാസ്സിൽ ഓൺലൈൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. പേപ്പർ വാല്യൂഷൻ ചെയ്ത ടീച്ചർ തന്നെ പറഞ്ഞു ഫിഗർ ഇടേണ്ട ആവശ്യമില്ല. സോ അപ്പോൾ അതുകൊണ്ട് ഇതേ ഫോമിൽ വരുമ്പോൾ നമുക്ക് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം. ഇതൊരു പാരബോളാണ്. ഞാൻ ഈ പ്രവർത്തി ചെയ്യുന്നത് എങ്ങനെയോ ആ രീതിയിലൊന്ന് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. നമുക്ക് ഫുൾ മാർക്ക് തരുന്നുണ്ട്. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം പോവുകയാണ്. നമുക്ക് XY പ്ലെയിനിലിരിക്കുന്ന ഈ ലൈൻ പിന്നെ UV പ്ലെയിനിൽ പോകുമ്പോൾ ഒരു പാരബോളായിട്ട് മാറും. ആ പാരബോള ട്രേസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ എൻജോയ്മെൻറ്റ് കിട്ടുന്നത്. അത് നമ്മുടെ ടെക്സ്റ്റിൽ നമുക്ക് ഓരോന്നിനും ഞാൻ ഫിഗർ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അത് നോക്കുക. ഏതെങ്കിലും പിള്ളേർ ഫിഗർ ട്രേസ് ചെയ്യാൻ എനിക്ക് പറഞ്ഞു തരണമെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്നെ വിളിക്കാം. തീർച്ചയായിട്ടും ഞാനത് ട്രേസ് ചെയ്യുന്ന കാര്യം പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പ്രോബ്ലത്തിൽ പോവാം. സൊല്യൂഷൻ given y equal to 1/2. Okay, the transformation w equal to z². w equal to z² എന്ന ട്രാൻസ്ഫോർമേഷൻ നമുക്ക് എന്ത് കിട്ടും? യുടെ വാല്യൂ x² - y² and b equal to 2xy. സോ ഇതിനെ ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2 എന്ന് എടുക്കുകയാണ്. ഈ ട്രാൻസ്ഫോം w equal to z² ജസ്റ്റ് മുമ്പ് നോക്കിയതാണ്. നമ്മുടെ യുടെ ചേഞ്ച് എന്ന് പറയുമ്പോൾ x² - y² ആണ്. ബിയുടെ ചേഞ്ച് 2xy ആണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ കയ്യിലിരിക്കുന്ന y equal to 1/2നെ ഇക്വേഷൻ നമ്പർ 1ലും ഇക്വേഷൻ നമ്പർ 2ലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് y equal to 1/2 in ഇക്വേഷൻ നമ്പർ 1 and 2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താകും? അവിടെ u equal to x² - 1/2 the whole square. 1/2 the whole square ആകുമ്പോൾ നമുക്ക് തീർച്ചയായും അറിയാം 1/4 ആണ്. അതുപോലെ v equal to, സോ ഇതിന് ഇക്വേഷൻ നമ്പർ നമുക്ക് 3 എന്ന് എടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്തിട്ട് v equal to എന്താവും? 2 into x into y യുടെ വാല്യൂ 1/2 ആണ്. 1/2
ഈ 2 തമ്മിൽ ക്യാൻസൽ ആകുമ്പോൾ വിയുടെ വില കിട്ടുന്നത് വി ഈക്വൽ ടു എക്സ്. ഇത് ഇക്വേഷൻ നമ്പർ 4 എന്ന് എടുക്കാം. നമ്മുടെ എയിം എന്താണ്? എക്സ് വൈ പ്ലെയിനിലിരിക്കുന്ന ആ ടേമിനെ, എക്സിലും വൈയിലിരിക്കുന്ന ടേമിനെ യുവിലും ബിയിലും കൊണ്ടുവരണം. ഈ ഇക്വേഷൻ നമ്പർ 3യും 4യും യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെയാണെന്ന് യുവിലും ബിയിലും കൊണ്ടുവരാം. കുറച്ച് ചെറുതായിട്ട് ആലോചിച്ചാലേ അറിയാൻ പറ്റും. നമ്മുടെ ക്ലാസ്സിൽ ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്ത് ഇന്ന് അത് നമുക്ക് എക്സ് ഈക്വൽ ടു 3യുടെ ഇമേജ്, ഇത് വൈ ഈക്വൽ ടു 1/2യുടെ ഇമേജ്. എന്ത് ചെയ്യാം? എവിടെയൊക്കെ എക്സ് വരുന്നോ, ഇവിടെ ഒരു എക്സ് വരുന്നുണ്ട്, ഈ എക്സിന്റെ പ്ലേസിൽ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഈ ഇക്വേഷൻ നമ്പർ 3യും 4ൽ നിന്നും എക്സിനെയും വൈനെയും എലിമിനേറ്റ് ചെയ്യണം. ആൾറെഡി ഇവിടെ നമുക്ക് വൈ പോയി കഴിഞ്ഞ്, ഇവിടെ എക്സിന്റെ ടൈം മാത്രമേ ഉള്ളൂ. ഈ ഇക്വേഷനെ യൂസ് ചെയ്യുകയാണെങ്കിൽ എക്സിന്റെ ടൈം എന്ത് കിട്ടും? ബി കിട്ടും. ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്താണ്? using 4 in equation number 3. Using 4 equation number 3 substitute ചെയ്യുമ്പോൾ u equal to b square minus 1/4. ഈ ടേമിനെ ഞാൻ റൈറ്റ് സൈഡ് എടുക്കുന്നു. അപ്പോൾ കിട്ടുന്ന ഇക്വേഷൻ എന്താണ്? u square minus ഈ യുവിനാണ് നമുക്ക് റൈറ്റ് സൈഡ് എടുക്കുന്നത്. അപ്പോൾ എന്താ വരും? b square minus u minus 1/4 equal to 0. ഈ ടേം ലെഫ്റ്റ് സൈഡ് പോകുന്നു. അപ്പോൾ ബി സ്ക്വയർ മൈനസ് യു മൈനസ് 1/4 ഈക്വൽ ടു 0. ഇപ്പോൾ ഇവിടെ നോക്ക്, തന്നിരിക്കുന്നതിൻ്റെ നമുക്കറിയാം എക്സിൻ്റെ റോൾ ചെയ്യുന്നത് യു വി പ്ലെയിനിൽ എക്സിൻ്റെ റോൾ ചെയ്യുന്നത് യു ആണ്, അതുപോലെ വൈൻ്റെ റോൾ ചെയ്യുന്നത് ബി ആണ്. ഇത് സെക്കൻഡ് ഇക്വേഷൻ്റെ ഫോമാണ്. അതായത് ബി സ്ക്വയർ വരുന്നുണ്ട്, പിന്നെ എക്സിൻ്റെ ടേം വരുന്നുണ്ട്, അതായത് വൈൻ്റെ ടേം, അതായത് യുവിൻ്റെ ടേം വരുന്നുണ്ട്, ബിന്റെ ടൈം ഓപ്ഷനാണ്. ഞാൻ അതൊക്കെല്ലാം കമ്പൽസറി അല്ല, ബി സ്ക്വയർ കമ്പൽസറി ആണ്. സോ അപ്പോൾ നമുക്ക് ഇതാണ് ഇവിടെ വെച്ച് നമുക്ക് കൺക്ലൂഷൻ ചെയ്യാം. ഇതെന്താണ്? ഒരു പാരബോളയാണ്. പാരബോള എന്ന് പറയാൻ കാര്യം എന്താണ്? ഈ ഇക്വേഷൻ നോക്കിയാൽ മതി. ഇപ്പോൾ ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനെ ഏത് ഫോമിൽ കൊണ്ടുവരണം? y മൈനസ് h ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4a ഇൻറ്റു എക്സ് മൈനസ് കെ ഫോമിൽ കൊണ്ടുവരണം. ഇപ്പോൾ ഫിഗർ നമുക്ക് വരയ്ക്കുന്നില്ല, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ഇവിടെ സ്റ്റോപ്പ് ചെയ്ത് നമ്മുടെ കൺക്ലൂഷൻ എന്താണ്? Therefore, image of y equal to 1/2 under w equal to z square is a parabola b square minus u minus 1/4 equal to 0. ഓക്കെ, പ്രോബ്ലം നോക്ക്. ഇത് നമുക്ക് പാരബോളയുടെ ഇക്വേഷൻ ആണ് തന്നിരിക്കുന്ന. ഗിവൺ y equal to 1/2യുടെ ഇമേജ് ആണ് കാണേണ്ടത്. y equal to 1/2 ട്രേസ് ചെയ്തിട്ടുണ്ട്. 0.5ൽ ഒരു ലൈൻ എടുത്തിട്ട് ഇങ്ങനെ ഈ ലൈനിന് എവിടെ നോക്കിയാലും y യുടെ വാല്യൂ 0.5 ആണ്. ഓക്കെ, സോ അതിൻ്റെ തന്നിരിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ w(z²) നമുക്ക് കിട്ടുന്ന വാല്യൂ ഇതാണ്. ഇവിടെ എവിടെയൊക്കെ y വരുന്നു അവിടെ നമ്മൾ 1/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മുടെ എയിം എന്താണ്? യു എക്സിനെയും വൈനെയും മാറ്റി അതിന് പകരം യുവും ബിയും കൊണ്ടുവരിക, യു ബിയിൽ കൊണ്ടുവരിക. സോ ഇവിടെ നമുക്ക് ഈ ഇക്വേഷനിൽ ഈ 2 ക്യാൻസൽ ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നത്? ബി ഈക്വൽ എക്സ്. അപ്പോൾ ഇവിടെ നമുക്ക് ആൾറെഡി വൈ പോയി കഴിഞ്ഞ്, കാരണം വൈ വരുന്ന ഇടത്തിലൊക്കെ 1/2 കിട്ടുമല്ലേ. ഇവിടെ എക്സിനെ കളയാൻ എന്ത് ഇടാം? എക്സിന് പകരം എന്ത് കൊടുക്കാം? നമുക്ക് ബി കൊടുക്കാം. സോ അങ്ങനെ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ u equal to b square minus 1/4, that is b square minus u minus 1/4 equal to 0. Okay, ലാസ്റ്റ് നമ്മുടെ കൺക്ലൂഷൻ എഴുതുകയാണ്. സോ therefore നിങ്ങൾ നോട്ട് കൈയോടെ തന്നെ എല്ലാവരും നോട്ട് കൈയോടെ എടുക്കുക. therefore ലാസ്റ്റ് കൺക്ലൂഷൻ എഴുതി എല്ലാത്തിനെയും ഒരു സ്റ്റിൽ ചെയ്ത് ഒരു പ്രാവശ്യം നോക്ക്. സ്റ്റിൽ ചെയ്ത് നോക്കി ലാസ്റ്റ് കൺക്ലൂഷൻ therefore the image of y equal to 1/2 under w equal to z square is a parabola. എന്ത് കിട്ടി ഇവിടെ? v square minus u minus 1/4 equal to 0. ഇങ്ങനെ നമുക്ക് നമ്മുടെ കൺക്ലൂഷൻ കൊടുത്താൽ മതി. ട്രേസ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഞാൻ എൻ്റെ ടെക്സ്റ്റിനകത്ത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ടെക്സ്റ്റിനകത്ത് ഓരോ ക്വസ്റ്റിനും ഞാൻ ഫിഗർ ട്രേസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിവിടെ ഫിഗർ നമുക്ക് ട്രേസ് ചെയ്യേണ്ട കമ്പൽസറി ഇല്ല, ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്താൽ മതി. ഓക്കെ, ഒരു ക്വസ്റ്റിനായി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.